ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. അത് സമാധാനപരമായി മുന്നോട്ട് നീങ്ങുന്ന ഈ ഘട്ടത്തിൽ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു തീവ്രവാദ ആക്രമണങ്ങൾ ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ വെച്ച് നടത്താൻ പാകിസ്ഥാൻ നീക്കം നടത്തുകയോ അല്ലെങ്കിൽ സഹായം ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കി നിൽക്കാൻ കഴിയില്ല. തിരിച്ചടി അനിവാര്യമായി വരും. പക്ഷെ അത് എന്ത് ചെയ്യണം, തിരിച്ചടിക്കണോ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രതിരോധ മന്ത്രാലയവും അതുപോലെ നമുക്ക് ഒരു ശക്തമായ സൈനിക സംവിധാനവും ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ വേണ്ട രൂപത്തിലുള്ള തീരുമാനം രാഷ്ട്രത്തിന്റെ ഉചിതമായ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും രാഷ്ട്രത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ട എല്ലാ തീരുമാനവും ആ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോൾ ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇത്തരം ഒരു ഘട്ടത്തിൽ ഇന്ത്യയോടുള്ള ശത്രുതാപരമായ നിലപാടാണ് ചൈന സ്വീകരിക്കുന്നത്. കാരണം ഇപ്പോൾ ചൈന പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് PL-15 എന്നറിയപ്പെടുന്ന ഈ എയർ ടു എയർ മിസൈലാണ്. നമുക്കറിയാം മിസൈലുകൾ സർഫേസ് ടു സർഫേസ് ഉണ്ട്. അതായത് ഭൂമി ഗ്രൗണ്ടിൽ നിന്ന് ഗ്രൗണ്ടിന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ ഉന്നം വെക്കുന്നതാണ് സർഫേസ് ടു സർഫേസ് മിസൈൽ എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ സാധാരണ S-300 S-400 പോലുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ സർഫേസ് ടു എയർ ആണ്. അതായത് ഭൂമിയിൽ നിന്നും എയറിലുള്ള വിമാനങ്ങളോ മിസൈലുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ നിർവീര്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ്. ഇതിന് സർഫേസ് ടു എയർ മിസൈൽ എന്നാണ് പറയുക. അതുപോലെ തന്നെ എയറിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വരുന്ന എയർ ടു സർഫേസ് മിസൈലുകളുണ്ട്. സാധാരണ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യങ്ങളെ തകർക്കാൻ വേണ്ടി ഗ്രൗണ്ടിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിസൈലുകളാണിത്. അതേസമയം PL-15 എന്നറിയപ്പെടുന്നത് എയർ ടു എയർ ആണ്. ഇതൊരു ആകാശ യുദ്ധത്തിനാണ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട യുദ്ധതലങ്ങൾ ആകാശം തന്നെയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ആകാശ തലങ്ങളിൽ ഈ PL-15 എന്നറിയപ്പെടുന്ന ചൈനയുടെ ഈ എയർ ടു എയർ മിസൈൽ അപകടകാരിയാകുന്നത് അത് 5 മാക്കിലധികം സ്പീഡുണ്ട്. മാത്രമല്ല ഒരു ലോങ് റേഞ്ച് മിസൈലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തുള്ള മിസൈലുകളിൽ എയർ ടു എയർ മിസൈലുകളിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല അതിവേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രതിസന്ധി. ഇപ്പോൾ ഒരു യുദ്ധവിമാനം ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ അതിർത്തിയിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിനകത്ത് റഡാർ സംവിധാനം ഉണ്ടാകും. പക്ഷെ ആ റഡാറുകൾക്ക് കണ്ടെത്തുന്നിടത്ത് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്കറിയാം ഭൂമിയുടെ കർവ്, ആകൃതി, ഇതെല്ലാം ഇതിന്റെ ഒരു പ്രതിസന്ധിയാണ്. പക്ഷേ യുദ്ധവിമാനങ്ങൾക്ക് മുകളിൽ നിന്ന് നേരെ വരുന്ന യുദ്ധവിമാനങ്ങളെ പെട്ടെന്ന് നിരീക്ഷിക്കാൻ സാധിക്കും. ആക്രമണത്തിനായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധവിമാനത്തെ 200 കിലോമീറ്ററുകൾ ദൂരെ വെച്ച് തന്നെ തകർക്കാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ ഒരു ഭീഷണി തന്നെയാണ്. പക്ഷെ പാകിസ്ഥാന് ചൈന ഇങ്ങനെ ഒരു ആയുധം കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ കയ്യിൽ ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കരുത്. ചൈനയുടെ ആയുധം അല്ലെങ്കിൽ നമുക്കറിയാം യൂറോപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വളരെ ശക്തമായ മീറ്റിയർ എന്നറിയപ്പെടുന്ന എയർ ടു എയർ മിസൈൽ ഉണ്ട്. ഈ മിസൈലും അതിശക്തമായി ഏകദേശം 200 കിലോമീറ്റർ റേഞ്ചിൽ ശത്രുവിന്റെ വിമാനങ്ങളെ ആക്രമിക്കാൻ ഈ മിസൈലിനും എയർ ടു എയർ മിസൈലിനും സാധിക്കും. ഈ മിസൈൽ ഇന്ത്യയുടെ പക്കലുണ്ട്. അത് മാത്രമല്ല ഇനി പുതിയ മിസൈലുകളും സംവിധാനങ്ങളും വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് ഇന്ത്യയുടെ ഭാഗത്ത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഒരു രാഷ്ട്രത്തിന്റെ വളരെ രഹസ്യമായ പല കാര്യങ്ങളും വെളിപ്പെടുത്താത്ത പല രഹസ്യങ്ങളും ആയുധങ്ങളും ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അതിന് സമാനമായ രൂപത്തിലുള്ള ഒരു മിസൈൽ ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ എയർ ടു എയർ മിസൈൽ ഇന്ത്യയുടെ പക്കലുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ചൈനയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു നിലപാടുണ്ടാകുന്നു എന്ന് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്ന കാര്യം. തീവ്രവാദ ആക്രമണത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ ഒരു തീവ്രവാദപരമായ ചില സമീപനങ്ങളോട് ഇന്ത്യ പ്രതികരിക്കുമ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന് മിസൈൽ നൽകുക, ആയുധം നൽകുക എന്നത് അത് ഇന്ത്യയോടുള്ള ഒരു ശത്രുതാ മനോഭാവം തന്നെയാണ് ചൈന ഇപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. സമാധാനപരമായി ചൈനയുമായി സൗഹൃദത്തിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഘട്ടത്തിലാണ് ചൈനയുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അമർഷം ഉണ്ടാക്കുന്നത്. അതേസമയത്ത് ഈ ഇന്ത്യയുടെ ഈ എയർ ടു എയർ മിസൈൽ 4 മാക്ക് സ്പീഡ് ഇതിനുണ്ട്. അതേസമയത്ത് ചൈനയുടെ ഈ PL-15 എന്നറിയപ്പെടുന്ന ഈ മിസൈലുകൾക്ക് 5 മാക്കിലധികം സ്പീഡുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഹൈപ്പർസോണിക് മിസൈലിന്റെ വേഗത ഇതിന് ലഭിക്കുന്നു. എന്നാൽ ഇത്തരം ആയുധങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തി ഭാഗങ്ങളിൽ
ഇപ്പോൾ പാകിസ്ഥാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. അതിന് ചെറുക്കാനുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തും വളരെ കൃത്യമായ ആക്രമണമായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് ഭാഗങ്ങൾ ആക്രമിക്കണം, ഏത് രൂപത്തിൽ ആക്രമിക്കണം, ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ കണക്ക് കൂട്ടിയിട്ടായിരിക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തിരിച്ചടി. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിൽ പോലും യുദ്ധത്തിലെ സാമർഥ്യം, സൈനിക സംവിധാനങ്ങൾ, അതുപോലെ സൈനികർക്കുണ്ടാകുന്ന ദീർഘദൃഷ്ടി, ഇതൊക്കെയാണ് യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം. വലിയ രൂപത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിൽ പോലും വളരെ ദീർഘദൃഷ്ടിയോടുള്ള ഒരു ആക്രമണത്തിന് ഏത് ആയുധങ്ങളെയും തകർക്കാൻ കഴിയും. അത്തരത്തിലുള്ള സൈനിക സംവിധാനങ്ങളും ആയുധങ്ങളും അതോടൊപ്പം തന്നെ ഒരു ശക്തമായ മിലിറ്ററി പവറും ഇന്ത്യക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഇത്തരം നീക്കങ്ങളിൽ ഒരിക്കലും തന്നെ ഇന്ത്യക്ക് ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാവുന്നതാണ്.